ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മീൻകറിയാണ്. ചോറിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു നല്ല ടേസ്റ്റി മീൻകറിയാണ്. ഇതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കറിക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക. ഇനി കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഉലുവ മൂത്ത് വരുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ പച്ചമണം പോയി കിട്ടുന്നത് വരെ ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളക് കൂടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഇതിപ്പോൾ ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായി കട്ടാക്കിയതാണ്. ഇനി ഒന്ന് വാട്ടിയെടുക്കണം. ഇതിപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതൊരു 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാത്ത വിധം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണം. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ പോയി കിട്ടുമ്പോൾ ഇനി വേണ്ടത് പുളിവെള്ളമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് വേണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.